യഥാർത്ഥ മഹത്വം മറ്റുള്ളവരെ സേവിക്കുന്നതിലും ദൈവത്തോടൊപ്പം വിനയത്തോടെ നടക്കുന്നതിലുമാണ്. ലോകത്തിൻ്റെ നോട്ടത്തിൽ മഹത്വം എന്നാൽ അധികാരവും പദവികളുമാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമം അതിന് വിപരീതമാണ്. ഇവിടെ താഴേക്ക് കുനിയുന്നവനാണ് ഏറ്റവും വലിയവൻ. ദൈവത്തിന് പ്രകാരം പറയുന്നു, നിങ്ങളിൽ വലിയവൻ ആകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മർക്കോസ് സുവിശേഷം 10-43-44 വാക്യങ്ങൾ. ബൈബിളിലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ലോകത്തിന് മഹത്വത്തിൻ്റെ പുതിയൊരു പാഠം നൽകി. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് വന്നത് എന്ന് കർത്താവ് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. ദൈവത്തോടൊപ്പമുള്ള വിനയമുള്ള നടത്തമാണ് ഒരാളെ യഥാർത്ഥത്തിൽ വലിയവനാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം താഴേക്ക് കുനിയുന്നുവോ അത്രത്തോളം ഉയരത്തിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തും. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനം ദൈവത്തിന് നൽകുന്ന ആരാധനയ്ക്ക് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാണ് മുൻഗണന നൽകുന്നത്? അംഗീകാരങ്ങൾക്കോ അതോ സേവനത്തിനോ? വിനയമില്ലാത്ത വിശ്വാസം വെറും പ്രദർശനം മാത്രമാണ്. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ പദവികളോ അറിവോ നിങ്ങളെ അഹങ്കാരികളാക്കാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനും അവരെ സഹായിക്കാനും തയ്യാറാകുന്ന ഒരു ഹൃദയം കാത്ത് സൂക്ഷിക്കുക. ദൈവത്തോടൊപ്പം വിനയത്തോടെ നടക്കുക. അപ്പോൾ സ്വർഗം നിങ്ങളെ മഹത്വമുള്ളവരായി കാണും. ലോകം നൽകുന്ന പദവികളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്നത്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.